ശ്രീ കെ വി രാജശേഖരൻ, ഇതൊരു കാലത്തിൻ്റെ കാവ്യനീതി പോലെ തോന്നുകയാണ്. വളരെ കൃത്യമായി അംബേദ്കർ ഇത്രകാലം അപമാനിക്കപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചടി അതാണ് കഴിഞ്ഞ 4 ദിവസങ്ങളായി നമ്മൾ പാർലമെൻറ്റിൽ നിന്ന് കാണാനാകുന്നത്. ഇന്ന് നടന്ന ഈ അക്രമം പോലും ഇത് പുറത്തു വന്നതിലെ വളരെ കൃത്യമായ ഒരു അതിവൈകാരികത, അവർക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് വളരെ കൃത്യമായി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ചർച്ചയിൽ എനിക്ക് ലഭിച്ച വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അംബേദ്കറെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ബോംബെയിൽ നിന്ന് കോൺഗ്രസ്, നെഹ്റുവിൻ്റെ കോൺഗ്രസ് പരാജയപ്പെടുത്തി. അദ്ദേഹം പിന്നെ ജയിച്ചു വന്നത് ബംഗാളിൽ നിന്നാണ്. ജ്യോതിർമയി മണ്ഡൽ എന്ന് പറയുന്ന മറ്റൊരു ബാരിസ്റ്റർ, ഒരു പിന്നോക്ക വിഭാഗക്കാരൻ, അദ്ദേഹം ജയിച്ച സ്ഥാനം രാജിവെച്ച് കൊടുത്തിട്ട് ബംഗാളിലെ നാമശൂദ്ര വിഭാഗത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിയിടത്ത് എത്താതിരിക്കാൻ വേണ്ടി ബോംബെയിൽ ആദ്യം തോൽപ്പിച്ചു, രണ്ടാമത് തോൽപ്പിച്ചു, മൂന്നാമത് തോൽപ്പിച്ചു. അതൊക്കെ ശംഖു പറഞ്ഞതാണ്. ഇനിയും ശ്രീമതി സോയ പറഞ്ഞ ഒരു കാര്യം, അതിന് മറുപടി പറയാതെ പോയാൽ ശരിയാവില്ല. സവർക്കർ ആരാണെന്നൊരു ചോദ്യം ചോദിച്ചു. സവർക്കർ എവിടെയായിരുന്നു ചോദ്യം ചോദിച്ചു. ചരിത്രം അറിയാമെങ്കിൽ ലജ്ജ തോന്നണം. വിനായക ദാമോദർ സവർക്കറുടെ പേരുച്ചരിക്കുന്നതിന് സോണിയയ്ക്കോ രാഹുലിനോ പ്രിയങ്കയ്ക്കോ സോയയ്ക്കോ അവകാശമില്ല. ആ വലിയ മനുഷ്യന് മുമ്പിൽ കൂപ്പുകൈയോട് നിന്ന് മാപ്പ് പറയണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിന് മുമ്പിൽ നിങ്ങളാരും വലിയ കാര്യമൊന്നുമല്ല. പിന്നെ സോയ പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സംഭാവന. അതെ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കോൺഗ്രസിൽ ലോക് നായക് ജയപ്രകാശ് നാരായൺ ഉണ്ടായിരുന്നു, ആചാര്യ കൃപലാനി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിളർന്ന് സോണിയയും രാഹുലും റോബർട്ട് വധേരയും മാത്രമായ കോൺഗ്രസിന് ആ പാരമ്പര്യത്തിൻ്റെ അവകാശം പറയാൻ ഒരു കാര്യവുമില്ല. ഒന്ന്. അടുത്ത വിഷയം, ഇന്നത്തെ കാര്യത്തെക്കുറിച്ച് നീലിമ ചോദിച്ചു. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. രാഹുലിന് ഒരു സ്ത്രീ രാജ്യസഭാ അംഗത്തെ, നാഗാലാൻഡിൽ നിന്നുള്ള ഒരു സ്ത്രീ രാജ്യസഭാ അംഗത്തെ കൊണ്ട് അയാൾ എന്നോട് വളരെ അടുത്ത് വന്നു, മോശമായി പെരുമാറി എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ ആ രാഹുലിൻ്റെ ഗുണ്ടായുസം, അതിന് ഒരു ചരിത്രമുണ്ട്, ആ കുടുംബത്തിലൊരു ചരിത്രമുണ്ട്. കാരണം ഇത് നെഹ്റു സ്റ്റാർട്ട് ചെയ്തതാണ്. കർപ്പത്രി മഹാരാജ് എന്ന് പറയുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ നെഹ്റുവിൻ്റെ തീൻമൂർത്തിയുടെ വാതിക്കൽ പോയി സമരം ചെയ്തു. ജവഹർലാൽ നെഹ്റുവും വിജയലക്ഷ്മി പണ്ഡിറ്റും കൂടെ ഇറങ്ങി വന്ന ആ സന്യാസിയുടെ കരണത്തടിച്ചു. അന്ന് ന്യൂയോർക്ക് ടൈംസിൻ്റെ പത്രപ്രവർത്തകൻ പറഞ്ഞത്, ഇത് എൻ്റെ രാജ്യത്ത് അമേരിക്കയിലായിരുന്നെങ്കിൽ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റാണെങ്കിൽ പോലും ആ ഡാഷിനെ ബി തൊട്ട് തുടങ്ങുന്ന ഒരു അബ്യൂസീവ് പദപ്രയോഗമാണ് നടത്തിയത്. ആ ഡാഷിനെ ആ പദവിയിലിരിക്കാൻ അനുവദിക്കില്ലായിരുന്നു അവർ. ഒരു മിനിറ്റ്. അതിനുശേഷം ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായപ്പം ഒരു രഹസ്യ സംഭാഷണത്തിൽ കർക്കാ നൗക്കർ പ്രധാനമന്ത്രി ബൻകയെന്ന് പറഞ്ഞയാളാണ് ഇന്ദിരാഗാന്ധി. വരാം സഞ്ജയിലേക്ക് 3 പ്രാവശ്യം സ്വന്തം അമ്മ ഇന്ദിരാഗാന്ധിയെ ഒരു ഹോട്ടലിലെ പാർട്ടിക്കകത്ത് വെച്ച് 3 പ്രാവശ്യം കയ്യേറ്റം ചെയ്ത സഞ്ജയുടെ പാരമ്പര്യം രാഹുലിനുണ്ട്. കഴിഞ്ഞില്ല, രാജീവ് അഞ്ജയെ, ആന്ധ്രയുടെ മുഖ്യമന്ത്രി അഞ്ജയെ അവിടുത്തെ എയർപോർട്ടിൽ വെച്ച് അവഗണിച്ച ചരിത്രമുണ്ട്. രാജീവിൻ്റെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസ്, അടിച്ച കേസ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അങ്ങനെ വരുന്ന ഓരോ ആളുകളും രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അവഗണിക്കുന്ന രീതി കാണിച്ചപ്പം ഇന്ന് ആ പ്രദീപ് ചന്ദ്ര സാരംഗി എന്ന് പറയുന്ന
സാധാരണക്കാരനായ ഒരു എം പി, വളരെ സിമ്പിൾ ലൈഫാണ് എം പി, അദ്ദേഹത്തെ തള്ളി താഴെയിട്ട് ചോര വീണത് കണ്ടപ്പം അബദ്ധത്തിൽ സംഭവിച്ചതാണെങ്കിൽ രാഹുൽ ചെന്ന് കൈകൊടുത്ത് സഹായിച്ചിരുന്നുവെങ്കിൽ ഇവരൊരു മനുഷ്യരാണെന്ന് പറയാമായിരുന്നു. ഓക്കെ. അതുപോലെ ഒന്നുകൂടെ, രണ്ടാമത് ആക്രമിച്ച് ബോധം കെടുത്തിയതും യു പിയിലെ ലോധ സമുദായത്തിൽപ്പെട്ട ഒരു പിന്നോക്കക്കാരനെയാണെന്ന് മറക്കണ്ട. അതുകൊണ്ട് അംബേദ്കറുടെ പേരും പറഞ്ഞ് ഈ രാജ്യത്തെ സാധാരണക്കാരെയും സിമ്പിളായിട്ടുള്ള ആളുകളെയും പിന്നോക്കക്കാരെയും പട്ടികജാതിക്കാരെയും വീണ്ടും വീണ്ടും ആക്രമിക്കുന്നതാണ് തുനിയുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി രാജ്യം മാറി. ജഗജീവൻ റാമിനെ കൂടെ നിങ്ങൾ പറയിപ്പിച്ചു. इस कमबख्त मुल्क में कभी एक चमर പ്രധാനമന്ത്രി नहीं बन सकता. ഈ നശിക്കപ്പെട്ട ഭൂമിയിൽ ഒരു ചമർ, ഒരു ചെരുപ്പ് കുത്തി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്ന് ജഗജീവൻ റാമിനെ കൊണ്ട് പറയിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. മറക്കണ്ട, ഭാരതം എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പോകും.